Hello, very good morning, my dear students. Today we are going to study some more division questions. And the first question is that 70 divided by 7. So, we have to solve this division question by using long division method. Let us take a look into that. For that, first of all, you need to write the division symbol. Then, after that, you need to write the dividend inside the division symbol. Here the dividend is 70. So, you need to write 70 inside the division symbol. And here the divisor is 7, isn't it? 7 ആണ് ഇവിടെ divisor. So, you need to write the divisor outside the division symbol. Then, how will we solve this division question? എങ്ങനെയായിരുന്നു നമ്മൾ ഈ division question solve ചെയ്തുകൊണ്ടിരുന്നത്? Here you need to recall the multiplication table of the divisor. ഡിവൈസറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ഓർത്തെടുക്കുക. ഇവിടെ ഏതാണ് ഡിവൈസർ? ഹിയർ 7 is the divisor. So you need to recall the multiplication table of 7. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ഓർത്തെടുക്കുക. And check whether 70 is the answer in the multiplication table of 7. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 70 എന്ന് പറയുന്ന ഒരു ആൻസർ വരുന്നുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കുക. വരുന്നുണ്ടോ? യെസ് അല്ലേ, വരുന്നുണ്ട്. സോ വിച്ച് ഇസ് ദ നമ്പർ ദാറ്റ് വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 7 ടു ഗെറ്റ് 70? 70 എന്ന് പറഞ്ഞ ആൻസർ കിട്ടാൻ വേണ്ടി 7ൻ്റെ കൂടെ ഏത് നമ്പറാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? യെസ്, 10 ആണല്ലേ, 10 ആണ്. സോ യു നീഡ് ടു റൈറ്റ് ദാറ്റ് 10 അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഡിവിഷൻ സിമ്പിൾ. ഡിവിഷൻ സിമ്പിളിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ 10 എഴുതണം. 7നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 70 എന്ന് പറഞ്ഞ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ 10 ആണ് ഇവിടെ ആ കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. സോ ആ കോഷ്യൻ്റ് നമ്മൾ എവിടെ എഴുതണം? കോഷ്യൻ്റ് ഓൾവേസ് റൈറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഡിവിഷൻ സിമ്പിൾ. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യണം? 10 ഇൻറ്റു 7 ചെയ്യുമ്പോൾ എത്രയാണ്? 70 ആണ് കിട്ടുന്നത്. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ 70 എന്ന് പറഞ്ഞ ആൻസർ എന്ത് ചെയ്യണം? യു നീഡ് ടു റൈറ്റ് ജസ്റ്റ് ബിലോ ദ ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിന് തൊട്ട് താഴെയായിട്ട് എന്തെഴുതണം? ആ 70 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ എഴുതുക. ദെൻ the next step is that you need to subtract the dividend and the answer of the multiplication. അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആ ആൻസറും അതുപോലെ തന്നെ ഡിവിഡൻറ്റും കൂടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുവാണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ആൻസർ? 0 minus 0 here 0, 7 minus 7 0. സോ ഈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റിമൈൻഡർ ആണല്ലേ. സോ വി ഗെറ്റ് ദ റിമൈൻഡർ ആസ് 0 ആൻഡ് ദ കോഷ്യൻ്റ് ആസ് 10. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഡിവിഷൻ കോഷ്യൻ്റ് ആണല്ലോ ഇതിൻ്റെ ആൻസർ. ഡിവിഷനിൽ വരുന്നത് കോഷ്യൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്ത് ചെയ്യണം? യു നീഡ് ടു റൈറ്റ് ഇറ്റ് അഗെയിൻ. നിങ്ങൾ ഒന്നും കൂടെ എടുത്തെഴുതുക, കോഷ്യൻ്റ് ഒന്നും കൂടെ എടുത്തെഴുതുക. ആൻഡ് ഹിയർ വി ക്യാൻ യൂസ് ക്യൂ എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം ടു റെപ്രസെൻറ്റ് കോഷ്യൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂ എന്നിട്ടിട്ട് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? കോഷ്യൻറ്റിൻ്റെ വാല്യൂ എഴുതിയാൽ മതി. കോഷ്യൻ്റ് ഇനി നീട്ടി വലിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അതിന് പകരം യു നീഡ് ടു യൂസ് ദ ലെറ്റർ ക്യൂ. ക്യൂ ഈസ് ആക്ച്വലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ കോഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്ററാണ്. അപ്പോൾ ക്യൂ ഇടുക, ക്യൂ എന്നിട്ടിട്ട് ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ആ കോഷ്യൻ്റ് എടുത്ത് എഴുതുക. I think it is clear. Okay, now let us move on to the second question. അടുത്ത question നമുക്കൊന്ന് നോക്കാം. The second question is that 24 divided by 2. Second question എന്താണ്? 24 divided by 2. Here also we need to, first of all we need to write the division symbol and then write the dividend inside the division symbol. ഇവിടെ ഡിവിഡൻറ്റ് എത്രയാണ്? 24 ആണ്. അത് ഡിവിഷൻ സിമ്പിളിൻ്റെ ഉള്ളിൽ എഴുതി. then write the divisor outside the division symbol. ഡിവൈസർ നമ്മൾ ഡിവിഷൻ സിമ്പിളിൻ്റെ പുറത്ത് എഴുതി.
ഇനി ഇവിടെ നോക്കിയേ, വി നീഡ് ടു റീകോൾ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ഡിവൈസർ അല്ലേ. ഡിവൈസറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ റീകോൾ ചെയ്യണം. ഇവിടെ 2 ആണ് ഡിവൈസർ. സോ യു നീഡ് ടു റീകോൾ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ റീകോൾ ചെയ്യുക. ദെൻ റീകോൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവിഡൻറ്റ്, അതായത് 24 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസർ ആയിട്ട് വരുന്നുണ്ടോ നോക്കൂ അല്ലേ. വി നോ ദാറ്റ് വി സ്റ്റഡീഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 ടിൽ 10 2s are 20. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 10 into 2 20 എന്നുള്ളത് വരെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അവിടെ വരെ നമുക്ക് ബൈ ഹാർട്ടാണല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ആൻസേഴ്സ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ. 24 എന്നുള്ള ആൻസർ കിട്ടുമോ എന്ന് നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ പഠിച്ചിട്ടില്ല. എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, 2വിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുന്നതെന്ന് ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഹിയർ യു നീഡ് ടു കൺസിഡർ ഈച്ച് ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ. ഈ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റിനെയും കൺസിഡർ ചെയ്യുക. ഓരോ ഡിജിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 2 വെച്ചിട്ട് ഓരോ ഡിജിറ്റിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ഹിയർ ദ ഫസ്റ്റ് ഡിജിറ്റ് ഈ നമ്പറിൽ ഫസ്റ്റ് ഡിജിറ്റ് 2 ആണല്ലേ. അപ്പോൾ ഒന്ന് നോക്കുക, 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 എന്നുള്ള നമ്പർ ആൻസർ ആയിട്ട് വരുമോ? വരും. യെസ്. വെൻ വി മൾട്ടിപ്ലൈ 2 with 1 അല്ലേ. 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടും. സോ ഹിയർ നോക്കി, 1 into 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ 2 എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആദ്യത്തെ ആ നമ്പറിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതുക. ഓക്കെ. ദെൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 2 minus 2 0. ദെൻ വി നോ ദാറ്റ് ഹിയർ 1 more digit is remaining. ഒരു ഡിജിറ്റും കൂടെ ബാക്കിയുണ്ട് അല്ലേ. 24ൽ 2 നമ്മൾ ചെയ്തു, ഇനി ഒരു ഡിജിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഈ 4 എന്ത് ചെയ്യുക? തൊട്ട് താഴേക്ക് എടുത്തെഴുതുക. ദാറ്റ് യു നീഡ് ടു ക്യാരി ഡൗൺ. താഴേക്ക് എടുത്തെഴുതുക, ക്യാരി ഡൗൺ. അപ്പോൾ താഴേക്ക് എടുത്തെഴുതി. ദെൻ ബൈ യൂസിങ് ദ സെയിം മെത്തേഡ് ഓഫ് ഡിവിഷനിൽ നമ്മൾ ചെയ്യുന്ന ആ സെയിം മെത്തേഡ് വെച്ചിട്ട് ഈ 4നെയും ഒന്ന് ഡിവൈഡ് ചെയ്യുക. സോ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 ആൻസർ ആയിട്ട് വരുന്നുണ്ടോ? യെസ്, വരുന്നുണ്ട്. വെൻ വി മൾട്ടിപ്ലൈ 2 with 2 അല്ലേ. 2ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ് കിട്ടും. അപ്പോൾ 2 എന്നുള്ളത് എവിടെ എഴുതുക? നമ്മൾ 1 എന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ 2 എന്നുള്ള നമ്പർ എഴുതുക. ദെൻ 2 into 2 4. 4 നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 4ൻ്റെ തൊട്ട് താഴെ, ഈ സെക്കൻഡ് നമ്പറിൻ്റെ തൊട്ട് താഴെ എടുത്തെഴുതുക. ദെൻ അഗെയിൻ യു നീഡ് ടു സബ്സ്ട്രാക്ട് 0. നമുക്കറിയാം 4 minus 4 0 ആണ്. ഇവിടെ ആ 0 താഴത്തോട്ട് എടുത്തെഴുതി. സോ ഹിയർ ദി റിമൈൻഡർ ഈസ് 0 ആൻഡ് ദ കോഷ്യൻ്റ് എത്രയാണ്? കോഷ്യൻ്റ് ഈസ് 12. കണ്ടോ? ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ബൈ കൺസിഡറിങ് ദ ഈച്ച് ഡിജിറ്റ് ഓഫ് ദ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റും കൺസിഡർ ചെയ്യുക. ഓരോ ഡിജിറ്റിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ കോഷ്യൻ്റ് കണ്ടുപിടിക്കുന്നു ആൻഡ് റിമൈൻഡർ കണ്ടുപിടിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. Here the third question is that 36 divided by 3. എന്താണ് question? 36 divided by 3. Here also we know that 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 36 എന്നുള്ളത് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഡയറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല അല്ലേ. നമ്മൾ എവിടെ വരെ പഠിച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ചത് 3 into 10 equal to 30. 30 വരെയുള്ള കാര്യം നമുക്കറിയാം. 36 കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല, ഡൗട്ടാണ്. സോ ഹിയർ ഓൾസോ വി നീഡ് ടു കൺസിഡർ ഈച്ച് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. ഓരോ ഡിജിറ്റിനെയും കൺസിഡർ ചെയ്യണം. ഓരോ ഡിജിറ്റിനെ വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്ത് പോകാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു റൈറ്റ് ദ ഡിവിഷൻ സിമ്പിൾ ആൻഡ് ദെൻ റൈറ്റ് ദ ഡിവിഡൻറ്റ് ഇൻസൈഡ് ദ ഡിവിഷൻ സിമ്പിൾ ആൻഡ് ദ ഡിവൈസർ ഔട്ട്സൈഡ് ദ ഡിവിഷൻ സിമ്പിൾ. ഡിവിഡൻറ്റ് ഉള്ളിൽ എഴുതുക, ദെൻ ഡിവൈസർ ഡിവിഷൻ സിമ്പിളിൻ്റെ പുറത്ത് എഴുതുക. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് യു നീഡ് ടു റീകോൾ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3. 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് റീകോൾ ചെയ്യുക.
ഇത് ടീച്ചർ പറഞ്ഞു 36 എന്നുള്ള ഡയറക്റ്റ് ആൻസർ കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല, കാരണം നമ്മൾ 3 into 10 വരെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. സോ ഹിയർ വി നീഡ് ടു കൺസിഡർ ഈച്ച് ഡിജിറ്റ്. ഓരോ ഡിജിറ്റിനെയും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹിയർ ദ ഫസ്റ്റ് ഡിജിറ്റ് ഇസ് 3 ആണ് ആദ്യത്തെ ഡിജിറ്റ്. അപ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 ആൻസർ ആയിട്ട് വരുമോ? യെസ്. വെൻ വി മൾട്ടിപ്ലൈ 3 വിത്ത് 1 അല്ലേ, 3 into 1 ചെയ്താലാണ് നമുക്ക് 3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നത്. സോ ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ 1 into 3 എന്നുള്ള ആ ആൻസർ 1 into 3 എത്രയാണ്? 3 തന്നെ അല്ലേ. ആ ആൻസർ എന്ത് ചെയ്യുക? ഡിവിഡൻറ്റിൽ ഫസ്റ്റ് നമ്പർ 3യുടെ തന്നെ തൊട്ട് താഴെ എഴുതുക. ദെൻ യു നീഡ് ടു സബ്സ്ട്രാക്ട് ദിസ് നമ്പർ. സബ്സ്ട്രാക്ട് ചെയ്യുക. 3 - 3 എന്നുള്ളത് 0 കിട്ടി. ആൻഡ് ഹിയർ 1 more digit is remaining that you need to carry down. അത് നിങ്ങൾ ക്യാരി ഡൗൺ ചെയ്ത് താഴെ എഴുതുക. ഓക്കെ. Then what is the next step? അടുത്ത സ്റ്റെപ്പ് എന്താണ്? you need to do the division by using 3 and 6 അല്ലേ. 3ഉം 6ഉം വെച്ചിട്ടാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. First of all, you need to recall the multiplication table of 3 and check whether 6 is the answer in the multiplication table of 3. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6 ഉണ്ടോ? ഉണ്ട് അല്ലേ. when we get 6, when we multiply 3 with 2, 3നെ 2 എന്ന് പറഞ്ഞ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ ആ 2 എന്നുള്ള നമ്പർ നമ്മൾ എവിടെ എഴുതി? നമ്മൾ മുകളിലായിട്ട് ഡിവിഷൻ സിമ്പിളിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ നമ്പറിൻ്റെ തൊട്ടടുത്തായിട്ട് എഴുതണം. ദെൻ 2 into 3 നമുക്കറിയാം 6 ആണ്. ആ 6 എവിടെ എഴുതണം? നമ്മളിപ്പോൾ ഇവിടെയാണല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ ഈ 6ൻ്റെ തൊട്ട് താഴെ വേണം നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ എഴുതാൻ. ആ സെക്കൻഡ് നമ്പറിൻ്റെ തൊട്ട് താഴെ വേണം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ എഴുതാൻ. ദെൻ യു നീഡ് ടു സബ്സ്ട്രാക്ട് ദിസ് നമ്പേഴ്സ്. എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 6 - 6 0. ദെൻ ഈ 0 എടുത്ത് താഴേക്ക് എഴുതുക. സോ ഹിയർ ദ റിമൈൻഡർ ഈസ് 0 ആൻഡ് ദ കോഷ്യൻ്റ് ഈസ് 12. അപ്പോൾ കോഷ്യൻ്റ് ഒന്ന് എടുത്ത് എഴുതുക. കോഷ്യൻ്റ് Q ഈസ് ഇക്വൽ ടു 12. ക്ലിയർ അല്ലേ? സോ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിലൊക്കെ യൂസ് ചെയ്യുന്നത് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ബട്ട് ഹിയർ ദർ ഹാവ് 2 സ്റ്റെപ്പ്. ഇവിടെ 2 സ്റ്റെപ്പ് വരുന്നേ ഉള്ളൂ. 2 സ്റ്റെപ്പ് വരുന്നത് എപ്പോഴാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇവിടെ കാണാനില്ല. നമുക്ക് ഇവിടെ 30 വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ തന്നേക്കുന്നത് 36 ആണ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാത്ത ഒരു ആൻസർ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ ഓരോ ഡിജിറ്റും കൺസിഡർ ചെയ്ത് ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ. സോ 2 more questions are there. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഇൻ ടു ദാറ്റ്. ഹിയർ ദ 4th question is here. ടീച്ചർ ഓൾറെഡി സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇത് തന്നെയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെന്ന്. വെൻ വി ഡിവൈഡ് 48 divided by 2, 48 divided by 2 എന്നുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണോ ആൻസർ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹിയർ ഓൾസോ വി യൂസിങ് ദ സെയിം മെത്തേഡ്. ഇത്രയും നേരം പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി വി ഗെറ്റ് ദ കോഷ്യൻ്റ് ആസ് 24 ആൻഡ് ദ റിമൈൻഡർ ആസ് 0. ഓക്കെ. ഇനി 1 more question ഉണ്ട്. അതുകൂടെ ടീച്ചർ ഒന്ന് ചെയ്ത് വെക്കാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം സ്വയമേ. ഓക്കെ. സോ ഹിയർ ദ 5th question is that when 66 divided by 6 we get the quotient as 11 and the remainder as 0. അതും ടീച്ചർ അവിടെ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. യു നീഡ് ടു ചെക്ക് വെദർ ദ ആൻസർ ഇസ് കറക്റ്റ് ഓർ നോട്ട്. ഇത് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ നോട്ടിൽ. ഓക്കെ. ആൻഡ് സം ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ദർ. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് ഇൻ ടു ദാറ്റ്. ഹിയർ ഇസ് ദ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ദർ ആർ 6 questions. ടീച്ചർ അതൊന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 48 divided by 4. Then the second question 63 divided by 3. Third question 99 divided by 9. Fourth question 62 divided by 2. Fifth question 96 divided by 3. And the sixth question 88 divided by 2. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, നോട്ടിലൊന്ന് ചെയ്യുക. ഓക്കെ. So that's all for today's class. Thank you. Have a nice day.